ഒരു ചെറിയ പരിപാടി ഉണ്ട്. നിന്നെയൊക്കെ ഞാൻ പ്രയോജനപ്പെടുത്താൻ പോവാ. എന്താ സംഭവം? വെറുതെ സസ്പെൻസ് ഉണ്ടാക്കാതെ പറയാ. ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. ചന്തൂട്ടി, ഈ ചീട്ട് വെച്ച് നമുക്കൊന്ന് കളിച്ചാലോ? മുക്കുനി കിട്ടിയ ഭൂതത്തെ പോലെ കറുത്ത രൂപത്തിൽ നമുക്ക് കിട്ടിയ വെളുത്ത ഭൂതം. പണം വീതിച്ചെടുത്തെന്ന് ജീവനക്കാർ സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ വനിതാ ജീവനക്കാരും പുറത്തുവിട്ടു. താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു. നീ എന്നെ ചതിക്കുകയായിരുന്നു, ഞാൻ പതുങ്ങിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈ മുതൽ മെയ് വരെയുള്ള 11 മാസം കൊണ്ട് ലക്ഷങ്ങളുടെ കച്ചവടം നടന്നുവെന്നതും അതിൽ തന്നെ 69 ലക്ഷം രൂപ ജീവനക്കാർ അടിച്ചുമാറ്റിയത് അറിഞ്ഞില്ല എന്നതുമാണ് കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ഉയരുന്ന പ്രധാന സംശയം. മണ്ണാങ്കട്ട, ഇത്രയും കാലം ആ വാമനാണ് ഇത് പറഞ്ഞുകൊണ്ട് നടന്നത്. അത് പിന്നെ വട്ടാണെന്ന് പറയാം, പക്ഷേ നിന്റെ ഈ കുരുട്ടുബുദ്ധി അത് എനിക്കറിഞ്ഞൂടെ? 69 ലക്ഷം കൈക്കലാക്കിയെന്ന് പറയുമ്പോൾ CCTV നോക്കിയിട്ടാണ് നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ ഒരു വർഷം കൊണ്ട് 69 ലക്ഷം രൂപ പോയ കാര്യം മാത്രം അറിഞ്ഞില്ല? അത് വലിയൊരു പോയിന്റ് അല്ലടോ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അക്കൗണ്ട് വഴിയാണോ എല്ലാ ട്രാൻസാക്ഷനും നടന്നിരുന്നത്? നിങ്ങളുടെ അക്കൗണ്ട് വഴിയാണോ? അതിന്റെ കാരണം ഞങ്ങളുടെ പറഞ്ഞിട്ടുള്ളത് ടാക്സ് ഇഷ്യൂ വരുമെന്നാണ്. അത് വേറൊരു വലിയ പോയിന്റ് ആണല്ലോ. ഒരു കാര്യം ഇതാണ്, ടാക്സ് കട്ട് ചെയ്യാൻ ദിയ കൃഷ്ണ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നുണയല്ല, സത്യം പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല. മുഴുവൻ അങ്ങോട്ട് ശരിയല്ല, എന്നാ തെറ്റുമല്ല. എന്താ സാറിന്റെ അഭിപ്രായം? ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഇത് ഓഫീസാണെന്ന് പറയണമെന്ന്, ഈ കടയ്ക്ക് ലൈസൻസ് ഇല്ല, ഓഫീസാണെന്ന് പറയണമെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. വേലയൊന്നും എന്നോട് വേണ്ട. അപ്പൊ ഇതെല്ലാം പഠിച്ചിട്ട് ഇറങ്ങി തിരിച്ചിരിക്കാനല്ലേ? അതിന് ടാക്സും കാര്യങ്ങളും പേപ്പർ വർക്ക് ഉണ്ടാവില്ല, അതായത് GST പോലും ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസ് തന്നെയാണ്, വിജിലൻസിന്റെ അന്വേഷണം വേണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞാൽ മതി. എന്ത് ചെയ്യാൻ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരിപ്പോ കൊടയും കുരിശുമായിട്ട് ഇവിടെ എത്തും. ഇനി കൃഷ്ണകുമാർ ഇവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭീഷണിയുമാണ്. ഒന്ന് കേൾക്കാം. ജീവനക്കാർ പറയുന്നത് പോലെ ജീവിതം തുലയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ദിയ അയച്ച സന്ദേശം അവർക്ക് അനുകൂലവുമാകുന്നു. കണക്കെടുത്ത് ഞങ്ങള് 1 കോടി രൂപ ഒരുമിച്ച് പോയിട്ടുള്ള ക്യാഷും ഇവിടുന്ന് സാധനങ്ങൾ എത്ര സാധനം പോയിട്ടുണ്ട് കണക്കെടുത്ത് ഞങ്ങൾ. ഇത് വന്നിട്ട് നമ്മൾ അവിടെ വക്കീലിന്റെ അടുത്ത് ഇരുന്നപ്പോൾ നമ്മൾ ക്യാഷ് തന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ എന്ന് അവരെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തതാണ്. അവരെ കൊടുത്തു, അവൾ ആങ്ങൾക്ക് ഞാനൊന്ന് കൊടുത്തു, അയാൾ വീണ്ടും എനിക്കൊന്ന് തന്നു, ഞാൻ അയാൾക്ക് വീണ്ടും ഒന്ന് കൊടുത്തു, അപ്പോൾ അയാൾ എനിക്കൊന്ന് തന്നു. ശരിക്കു പഠിച്ചാൽ 50% വരെ ശരിയാക്കാം. ബാക്കി 50% മായാണല്ലോ. അതിപ്പോ എന്തിലുണ്ടല്ലോ, പെട്രോളിലായാലും ചായയിലായാലും ആശുപത്രി മരുന്നിലായാലും 50% മായാണല്ലോ. പല നാൾ കഷ്ടവൻ ഒരു നാൾ പെടും. ഹലോ, വിളിച്ചു വരുത്തി അവഹേളിച്ചതിനും അപമാനിച്ചതിനും മാപ്പ്. സാറിന് പോകാം. ഇനി ഇതുപോലെ അത്യാവശ്യം വിളിക്കാൻ മറക്കരുത്. സമയമുണ്ടെങ്കിൽ വരാം.